യേശുവിൽ പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ വിവാഹിതനാണ്, എനിക്ക് 2 മക്കളുണ്ട്, അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. 2 ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പ്രത്യേകമായൊരു തിന്മയുണ്ട് അച്ഛൻ. എൻ്റെ തിന്മ എന്ന് പറഞ്ഞാൽ, ഞാൻ യാത്ര ചെയ്യുമ്പോഴോ എവിടേക്കും പോകുമ്പോഴോ പെട്ടെന്ന് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു യുവതിയെ കണ്ടാൽ ഞാനത് പെട്ടെന്ന് എവിടേക്ക് പോകുന്ന ആ കാര്യമൊക്കെ മറന്ന് പിന്നെ ആ വ്യക്തിയെ പിന്നാലെ പോയി ആ വ്യക്തിയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പോയി വന്ന് നിൽക്കും. എനിക്കൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ, അച്ഛാ, എൻ്റെ മകളൊക്കെ പ്രായമായി തുടങ്ങി, എനിക്ക് എപ്പോഴും ഇല്ല, പക്ഷെ ചില സമയത്ത് ഞാൻ എവിടേക്കെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ഈ എങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാൽ ഞാൻ പിന്നെ ആ വ്യക്തിയുടെ പിന്നാലെ പോവുകയും ആ വ്യക്തിയുടെ വീടിൻ്റെ പരിസരത്ത് അവിടെ ഇവിടെയൊക്കെ മറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യും. ഒരിക്കലും ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല, പക്ഷേ എനിക്കങ്ങനെ മറഞ്ഞു നിന്ന് ആ വ്യക്തി ഒന്ന് കാണണം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ സഹോദരനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതകാലത്ത് കൊച്ചുനാളിൽ മുതൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഈ മകനെ ഒരുപാട് മറ്റുള്ളവർ ദുരുപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ചിന്തകളാണ്, യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ചിന്തകളാണ്. ദൈവവചനം പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ചീത്തയായ ചിന്ത, ഭാവന, ഓർമ്മ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്കതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. ശക്തമായൊരു തീയാണെങ്കിൽ പ്രാണികൾ അതിൻ്റെ അടുത്തേക്ക് വരികയില്ല. ആ പ്രാണി വരാതിരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു അഗ്നി ഉണ്ടായിരിക്കണം, ദൈവവചനമാകുന്ന അഗ്നി. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കൂടെ വചനം നാം ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഉരുവിട്ടുകൊണ്ടിരിക്കണം. ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ നിറയും. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. കർത്താവ് പറഞ്ഞ വചനം ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. ഞാനും നിങ്ങളും ഈ വചനം ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ വചനം ഒരു അഗ്നിയായി മാറും. ആ അഗ്നി എൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടിമുളച്ചു വരുന്ന ഈ നെഗറ്റീവായ കാര്യങ്ങൾ, പാപകരമായ ചിന്തകളെ കത്തിച്ചാമ്പലാക്കും. യേശയ്യായുടെ പുസ്തകത്തിലാണ് പറയുന്നത്, 10-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാകും. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അഗ്നിയായി ഒരു ജ്വാലയായി മാറും. അതൊരൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാവും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഈ തിന്മകളായിട്ടുള്ള ചിന്തകളും ഭാവനകളും കടന്നു വരുമ്പോൾ അതിനെ തോൽപ്പിക്കാൻ നമ്മൾ വിശുദ്ധ കുർബാന, കുംഭസാരം, നിരന്തരമായ പ്രാർത്ഥന, ജപമാല, ദൈവവചനം നമ്മളൊരു ആയുധമായി ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ നെഗറ്റീവായ കാര്യങ്ങളെല്ലാം നഷ്ടമാകും. ഒരിക്കലും ഭയപ്പെടേണ്ട. ഈ ഒരു ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഉള്ളിൽ ചീത്തയായ ചിന്തകൾ, ഓർമ്മകൾ, ഭാവനകൾ, കഴിഞ്ഞകാല പാപത്തിൻ്റെ ബന്ധനങ്ങൾ ഞങ്ങൾ അലട്ടുമ്പോൾ അവിടെയെല്ലാം ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അഗ്നിയായി ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഉരുവിടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു അഗ്നിയായി കടന്നു വന്ന് ഞങ്ങളുടെ ഉള്ളിലെ മുള്ളുകളെയും മുൾച്ചെടികളെയും കത്തിച്ചാമ്പലാക്കി ഒരു അഭിഷേകമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.